അപ്പോൾ ഗൈസ് മഴക്കാലം വരുന്നതിന് മുമ്പ് നമുക്ക് കുറേ കാര്യങ്ങൾ ഒരുക്കി വെക്കാനുണ്ടല്ലോ അല്ലേ. നല്ല വെയിലാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു വെയിലത്ത് നമുക്ക് മല്ലി മുളകൊക്കെ പൊടിച്ച് വെക്കണം. അപ്പോൾ നല്ലപോലെ കഴുകി ഉണക്കി പൊടിക്കാൻ പറ്റുന്നൊരു സമയമാണ് കേട്ടോ വേനൽക്കാലം. മല്ലി കഴുകി, മല്ലിയിൽ വലിയ പ്രശ്നമൊന്നുമില്ല. മുളക് ഞാൻ കഴുകിയപ്പോൾ കുറച്ച് മുളക് ഇട്ടിട്ടാണ് 2 കിലോ മുളകാണ് ഞാൻ വാങ്ങിച്ചത്. കുറച്ച് മുളകിട്ട് കഴുകുമ്പോൾ തന്നെ നല്ലപോലെ അഴുക്കാണ് കേട്ടോ മുളകിൽ. അപ്പോൾ മുളക് വാങ്ങിക്കുന്നവർ വെറുതെ ഉണക്കി പൊടിക്കരുത്, കഴുകിയിട്ട് തന്നെ ഉണക്കണം കേട്ടോ. ഇത്രയും കല്ലും മണ്ണാണ് മുളകിൽ. ഇത് മാവേലിയിൽ നിന്ന് വാങ്ങിച്ച മുളകൊന്നല്ല, ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച മുളകാണ് കേട്ടോ. നല്ല മുളക് വാങ്ങിച്ചതാണ്, അതിലാണ് ഇത്രയും മണ്ണ്. അപ്പോൾ ഈ ഉണക്കമുളക് കഴുകിയിട്ട് തന്നെ, കഴുകി ഉണക്കി തന്നെ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു മണ്ണ് ഇത്രയും അഴുക്ക് നമുക്ക് പൊടിക്കുമ്പോൾ അതിൽ കൂടെ കൂടുമല്ലേ. അപ്പോൾ എന്തായാലും മുളക് നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടാണ് കഴുകി. അതിലൊക്കെ ഇത്രയും മണ്ണ് ഓരോ തവണ കുറച്ചിട്ട് കഴുകുമ്പോൾ അതിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അത് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. അപ്പോൾ മല്ലി ഇങ്ങനെ കഴുകിയൊരു തുണിയിലാക്കിയിട്ട് നല്ലപോലെ പരത്തിയിട്ടു. സൂനുക്കുട്ടീൻ്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ കൊണ്ടുപോയിട്ടാണ് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് സോനുവിൻ്റെ കൂടെ കൂടി. പിന്നെ മുളകും ഇതേപോലെ ഷീറ്റ് നല്ലവണ്ണം വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഉണക്കാട്ടിട്ട് ഒറ്റ ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അത്ര മാത്രം വെയിലാണല്ലോ ഇപ്പോൾ. അപ്പോൾ അതുപോലെ തേങ്ങ ഞാൻ അപ്പുറത്ത് ഉണക്കാട്ടിട്ടുണ്ട്. തേങ്ങ ഏകദേശം ഉണങ്ങി. അപ്പോൾ തേങ്ങ ഉണങ്ങി കിട്ടുമ്പോഴേക്കുള്ളൂ മല്ലിമുളക് ഉണക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ കൂടെ ഇടാഞ്ഞത്. ഞാനിവിടെ മുളക് ഉണക്കാടുമ്പോഴേക്കും സോനുകുട്ടി അപ്പുറത്ത് കൊണ്ടിട്ട് മഞ്ഞൾ ഉണക്കാടുണ്ടായിരുന്നു കേട്ടോ. മല്ലി മുളകും മഞ്ഞളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞളും വെറുതെ മഞ്ഞൾ പിന്നെ ഉണക്കുകയും കഴുകുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ കല്ലോ കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്താൽ മതി. എന്നാലും ഒന്ന് ചൂടാവട്ടെ പറഞ്ഞിട്ട് മഞ്ഞളും ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മല്ലി മുളക് മഞ്ഞൾ അതിൽ നമ്മുടെ തേങ്ങയും ഒക്കെ ഉണക്കാട്ടുണ്ട് കേട്ടോ. ഇനി മല്ലീനെ ഞാൻ വറുത്തിട്ടാണ് കേട്ടോ പൊടിക്കാറ്. പൊടിച്ചിട്ട് വറുത്താലും മതി, പക്ഷെ നമ്മൾ വറുത്തിട്ട് പൊടിക്കുകയാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. മറ്റേത് നമ്മൾ വറക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനും അങ്ങനെയൊക്കെ സാധ്യത ഉണ്ടല്ലോ. വറുത്ത് പൊടിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് വേണം കേട്ടോ. അതിൽ കുറേ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ആ ഒരു കറിവേപ്പിലൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ പൊടിക്കാൻ പറ്റും. വറക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് കറിവേപ്പില ഇടുക. ആ കറിവേപ്പില ഇങ്ങനെ മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മല്ലിയും ആ ഒരു ഇതായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പിലാണ് മല്ലി വറുത്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു 2 കിലോ മല്ലി തന്നെ ഇട്ടെടുത്തിട്ടുണ്ട്. ഈ മല്ലിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം തേങ്ങയും മഞ്ഞളും മുളകും എല്ലാം കൊണ്ടുപോയിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിക്കാനും ആട്ടാനൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ മഞ്ഞൾ മുളക് മല്ലി എല്ലാം മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചിടുന്നുണ്ട് കേട്ടോ. മുളക് തണ്ട കഴുകി ഉണക്കി പൊടിച്ചപ്പോൾ നല്ല കളറും ഉണ്ട്, അത്യാവശ്യം എരിവും നല്ല എരിവും ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇടുന്ന മുളക് പൊടി ഇപ്പോൾ കുറച്ചിട്ടൊരു 1 സ്പൂൺ ഇടുന്നിടത്തൊരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. അത്രയും എരിവായിരിക്കും നമ്മൾ നാടൻ മുളക് നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഈ മല്ലി മുളകൊക്കെ പൊടിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് പരത്തി വെച്ചു. പിന്നെ അതുപോലെ തന്നെ അത് പെട്ടെന്ന് പൂപ്പൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്നും കൂടി ഞാൻ വെയിലത്ത് വെച്ചിട്ടൊന്ന് ഇതാക്കി എടുക്കും കേട്ടോ. നല്ലപോലെ ഇളക്കിയിട്ടൊന്ന് ഒരു ദിവസം ഫുള്ള് വെയിലത്ത് വെച്ചെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം മഞ്ഞൾ മുളക് മല്ലി അതുപോലെ എണ്ണയും ഞാൻ ചൂടാക്കി എടുക്കാം. എണ്ണയുടെ വീഡിയോ സെപ്പറേറ്റ് ഇട്ടതുകൊണ്ട് അത് വേറെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം അതും വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇല്ല പറഞ്ഞാൽ നമുക്ക് മുളകൊന്നും നമ്മൾ ഒരുപാട് യൂസ് ചെയ്യില്ല, കുറച്ചല്ലേ എടുക്കുള്ളൂ. അപ്പോൾ അത് കുറേ കഴിയുമ്പോഴേക്കും തന്നെ മുളകൊക്കെ പൂത്ത് പോകും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെയിലത്ത് വെച്ച് പൊടിച്ചിട്ട് ഉണക്കിയെടുത്ത് വെച്ചാൽ നമുക്കത് പൂപ്പൽ വരില്ല കേട്ടോ. അപ്പം അങ്ങനെ മഞ്ഞൾ പിന്നെ നമുക്ക് പെട്ടെന്നൊന്നും കേട് വരില്ല. എല്ലാത്തിലും വാട്ടർ കണ്ടൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അത് പൂപ്പൽ വരും. അപ്പോൾ നന്നായിട്ട് എയർ ടൈറ്റായിട്ട് എടുത്ത് വയ്ക്കും വേണം കേട്ടോ. അല്ലെങ്കിൽ കുറേ ദിവസമൊന്നും നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ദിവസം അത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞളും മുളകൊക്കെ ഞാൻ ഉണക്കടുമ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ ഒരു ഷാൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനത് തുറന്നിട്ട് ഇളക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ ഏകദേശം വെയിൽ ഒന്ന് ചൂടൊക്കെ കുറഞ്ഞപ്പോൾ ഞാൻ മല്ലി മുളകും മഞ്ഞളൊക്കെ കവറിലാക്കി. ഇനി നമ്മളിതിനെ സേഫാക്കി പാക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതേപോലെ ആവശ്യമുള്ളത് നല്ലൊരു ബോട്ടിലെടുത്തിട്ട് ബോട്ടിലേക്ക് നിറച്ച് വയ്ക്കും. ബാക്കി ഞാൻ നല്ലൊരു പാക്ക് ചെയ്ത് സീൽ ചെയ്തിട്ട് ഞാൻ എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല പോലെ ടൈറ്റായി ഇരിക്കുമ്പോൾ അത് പെട്ടെന്ന് കേട് വരില്ല. വെറുതെ ബോട്ടിലൊക്കെ ഇട്ടേക്കുമ്പോഴാണ് നമുക്കത് കേട് വരാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പാക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അങ്ങനെ 3 ബോട്ടിലാക്കി റെഡിയാക്കി അതിൽ സ്പൂണൊക്കെ ഇറക്കി വെച്ചിട്ട് സേഫാക്കി അടച്ച് വെച്ചു കേട്ടോ. ഇനി ബാക്കിയുള്ള ഞാൻ ഇതുപോലൊരു സീൽഡ് കവറിലാണ് കേട്ടോ. കുറച്ച് കട്ടിയുള്ള നല്ല പാക്കിങ് കവറിലാണ്. നമുക്ക് അച്ചാറും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കിട്ടില്ലേ, അങ്ങനത്തെ ഒരു കവർ കുറച്ച് എൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഒന്നാമത് ഏട്ടൻ്റെ അടുത്തേക്ക് ഏട്ടൻ ഖത്തറിലാണ്. അപ്പോൾ ഏട്ടന്
ഏട്ടൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ കൊണ്ടുപോകാനും കൂടിയാണ് കേട്ടോ ഞാനിങ്ങനെ പാക്ക് ചെയ്യുന്നത്. ഈ ഒരു പച്ച സാധനം പറഞ്ഞാൽ അതിൽ പാക്ക് ചെയ്യാനൊന്നുമല്ല. പണ്ട് കണ്ണൻകുട്ടി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അങ്ങനെ പൂരപ്പറമ്പിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ളൊരു പി ഉണ്ടാവുമല്ലോ, ഉള്ള എന്താ പറയുക, ആ ഒരു സാധനം അതിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചാണ്. അവർ എന്ന് പറഞ്ഞാൽ ഊതി നമ്മളെ വെറുപ്പിച്ച് തറക്കുന്ന സമയത്ത് ഇത്രയും ഉപകാരം എന്തുകൊണ്ട് ഉണ്ടാകുന്നൊക്കെ അറിഞ്ഞില്ല. എന്തായാലും അച്ചാർ അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വയ്ക്കാൻ നല്ലൊരു ഉപകാരമാണ് കേട്ടോ ഈ ഒരു സാധനം. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പാക്ക് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ മഞ്ഞളും മുളകും എല്ലാം ഞാൻ പാക്ക് ചെയ്ത് അങ്ങനെ സീൽ ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ സീൽ ചെയ്ത് ഒട്ടിച്ച് റെഡിയാക്കി സൂക്ഷിച്ച് വെച്ചു കേട്ടോ. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ബോട്ടിലാക്കി, ബാക്കിയെല്ലാം ഞാൻ അങ്ങനത്തെ കവറിലാക്കി സീൽ ചെയ്ത് റെഡിയാക്കി വയ്ക്കുകയാണ്. മഴക്കാലത്തേക്കുള്ള മല്ലിയും മുളകൊക്കെ മഞ്ഞളൊക്കെ പൊടിച്ച് റെഡിയാക്കി പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആർക്കെങ്കിലും കൊടുത്താക്കിനെ. ഇപ്പോൾ ഏട്ടനൊക്കെ ഖത്തറിലാണ്. ഏട്ടനൊക്കെ വേണമെങ്കിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോകാനും കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവരും ഈ ഒരു വേനൽക്കാലം മഞ്ഞൾ മുളക് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.